സിൽക്ക് പെയിൻറ്റിങ്. സിൽക്ക് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ഫിനിഷിംഗ് ആണ്. സിൽക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും മ്യൂറൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ പെയിൻറ്റ് ചെയ്ത സ്ഥലത്തൊരു തിക്ക് ഫീലിംഗ് ഉണ്ടാവും. ഇന്ന് സിൽക്ക് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി കളർ പാറ്റേണിൽ ടെസ ഫാബ്രിക്കിൽ ഫ്രീ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിൽക്ക് പെയിൻറ്റിങ് ഫാബ്രിക്. ഈ ഫാബ്രിക്കിനെ മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത ആ ഫ്ലവേഴ്സിൻ്റെ അൺഈവൻ ഷേപ്പിനെ നമ്മൾ പെറ്റൽ ലുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ഇനി ഇതിൻ്റെ സാരി എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് അറിയണ്ടേ? സാരി വന്നിരിക്കുന്നത് നമ്മളൊരു ടെസർ ഫാബ്രിക്, അതായത് സെമി ടെസർ ഫാബ്രിക്കിനകത്ത് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് സെമി ടെസർ ഫാബ്രിക്കിനകത്ത് കാന്താ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിൽക്ക് പെയിൻറ്റ്സ് എല്ലാം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്ലവേഴ്സായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ സാരീനെ ആക്ച്വലി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് വന്നിട്ടില്ല, ഇനി ടാസിൽസൊക്കെ കൊടുക്കാനുണ്ട്. എങ്കിലും വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ സാരി നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കാണിക്കണം എന്നൊരു ഫീൽ തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഫുൾ സ്ലീവ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആയിട്ടോ ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ സാരി ഫുള്ളായിട്ട് ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് വരുന്നത്. അപ്പം ഈ സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ DSA എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് മെറൂൺ കളറാണ്, ബ്ലൗസിൻ്റെ കളറ് ടീൽ ഷെയ്ഡുമാണ്. പേസ്റ്റൽ ടീലിനകത്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ് എൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. ടെസ സാരീസിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്ലാസിക് പാറ്റേൺ ആൻഡ് ഇത് ഒരുപാട് കോമ്പിനേഷനായിട്ടൊക്കെ നമുക്ക് ബ്ലൗസസിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസും ആക്ച്വലി ഒരു ഞാൻ ഉടുത്തിരിക്കുന്നതിനകത്ത് സ്ട്രൈപ്പാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡബിൾ ടോണിൽ ടസറിൽ വന്നിരിക്കുന്ന ലുക്കാണ്. അപ്പോൾ നമുക്ക് ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ് കൊടുത്തിട്ടൊരു കുറച്ച് ഹെവിയർ ആക്കിയിട്ട് അതിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എനിക്ക് ഈ കളർ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. ഞാനത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് തന്നെ ഉടുത്തേനെ. ബിക്കോസ് നല്ല രസമുള്ള ഒരു ഡബിൾ ഷെയ്ഡ്. ആ ഒരു മജന്തയും കുറച്ചൊരു ഓറഞ്ച് ടിൻറ്റ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡബിൾ ടോൺ അവിടെ വരുമ്പോഴത്തേക്ക് ആ കളറിനൊരു ഷീൻ, പിന്നെ ടസറിൻ്റെ ഷീൻ എല്ലാം കൂടെ നല്ലൊരു ഗ്രാൻഡ് ഫീല് വരുന്ന ഷെയ്ഡും കൂടെയാണ് കേട്ടോ. നല്ല ഇത് കളറ് നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോൺസിന് പൊതുവേ ചേരുന്ന ഒരു ഷെയ്ഡുമാണ്. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് കോംപ്ലക്ഷനും ആക്ച്വലി വർക്കൗട്ട് ആവുന്നത്. ബ്ലാക്കും അതേപോലെ തന്നെയാണ്. അപ്പോൾ ബേജ് യാൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട്. നമ്മുടെ കാന്താ വീവിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. പല്ലൂൽ ഈ ഒരു കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീവിങ് സ്റ്റൈൽ. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അത് നമുക്കൊരു ടെമ്പിൾ ഡീറ്റെയിൽസിനകത്തൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു ലുക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ടസറിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെയിറ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം. പ്യോർ ടസറിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുന്ന ലുക്കാണ്. 8 റേഞ്ചിൽ വന്നിരിക്കുന്ന ടസ സാരി. ആൻഡ് അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നതും ഇതും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡറിന് ക്ലോസർ ആയിട്ട് ആ വീവിങ് സ്റ്റൈൽ ഇതിനകത്ത് വന്നിട്ടില്ല. ഞാൻ ഉടുത്തേക്കുന്നതിൻ്റെ അകത്ത് എഡ്ജ് ടു എഡ്ജാണ് അതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. വളരെ സിമിലർ ആയിട്ടുള്ള 2 സാരി ആൻഡ് 8399 ആ റേഞ്ചിനകത്ത് വന്നിട്ടുണ്ട്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രീമിയം കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബ്രൊക്കേഡോ സിൽക്ക് ലുക്കിലോ ഒക്കെ ഉള്ള ബ്ലൗസസ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് പെയർ ചെയ്യുമ്പോഴത്തേക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉടുത്തിരിക്കുന്ന വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ ഉള്ള ഒരു ബ്ലൗസൊക്കെ നല്ലതാണ്. ആൻഡ് ജ്വല്ലറി പെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ബ്ലാക്കും ഗോൾഡും കൂടെയൊക്കെ പെയർ ചെയ്തിട്ടുള്ള മെറ്റൽ ടോൺസിൽ വരുന്ന ജ്വല്ലറീസ് നല്ല രസമായിരിക്കും. വയർ ടൈപ്പിൽ വരുന്ന ജ്വല്ലറീസൊക്കെ വരുന്നത് നമുക്ക് ആ ഒരു കുറച്ച് ക്ലോസ് ടു നെക്കായിട്ട് വന്നിട്ട് വി പാറ്റേണിലെ നെക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൗസിന് ഒരു ലുക്ക് ഭയങ്കര രസമായിരിക്കും. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫീൽ അതിനകത്ത് വരും. HS കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്, റെഡി ടു ഡിസ്പാച്ച് ആയിട്ട്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സ്കാലപ്പ് ഡീറ്റെയിലിങ്ങോട് കൂടിയ ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് വിസ്കസ് ഓർഗൻസ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ഫിഗർ ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഭംഗിയുള്ള സാരി. ആൻഡ് ഇതിൽ ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, സാരിയിൽ ഫ്ലോറൽ ലീവ്സ് പാറ്റേൺ ആണ് കേട്ടോ. ഒരു ഓറഞ്ചിഷ് പീച്ച് ടോണിലാണ് സാരി വന്നേക്കുന്നത്. ആൻഡ് ലീഫ് പാറ്റേൺ ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ഈ ഒരു
ഫ്ലോറൽ മോട്ടിവ്സ് വന്നിട്ടുണ്ട്. ഒരു 3 പാറ്റേൺസ് ഉള്ള ഫ്ലവേഴ്സ് പോലെ പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പോയിന്റ് എംബ്രോയിഡറിയിൽ വരുന്ന ഫ്ലോറൽ മോട്ടിവ്സ് ആൻഡ് ഇതുപോലെയാണ് കണ്ടോ എഡ്ജിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. എഡ്ജിൻ്റെ ഫിനിഷിങ്ങിൽ വന്നേക്കുന്നതും ഇതേപോലെ തന്നെ പോയിന്റ് എംബ്രോയിഡറി ഫിനിഷിംഗ് ആണ്. വൈറ്റും അതുപോലെ തന്നെ ഈ ഇതിലുള്ള ആ ഒരു പീച്ച് ടോണും കൂടെ മിക്സ് ആയിട്ടാണ് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഒരു ലോങ്ങർ വ്യൂവിൽ ഈ പോയിന്റ് എംബ്രോയിഡറിയുടെ ഒരു പ്രത്യേകത, ലോങ്ങർ വ്യൂവിൽ വരുമ്പോൾ ഒരു പേൾസ് അറ്റാച്ച് ചെയ്ത പോലെ, അത് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് എംബ്രോയിഡറി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓരോന്നിനും ഒരു പേളിൻ്റെ ലുക്കുണ്ട്. മെറ്റാലിക് ഒരു ഷീനുള്ള ഒരു പേൾ കളേഴ്സിൽ വന്നേക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഷീനുണ്ട്, നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വരുന്ന മെറ്റീരിയൽ സാരിയാണ് കേട്ടോ. ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ, സെയിം കോൺസെപ്റ്റിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ്. ആൻഡ് ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കണ്ടേ. കളർ വന്നേക്കുന്നത് 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. നല്ലൊരു ഗ്രീൻ ടോണും പിന്നെ ഒരു ഗ്രേ ടോണും. ഗ്രീനൊക്കെ ശരിക്കും ഒരു ഗാർഡനിലോട്ട് നോക്കുന്നത്, ഗ്രീൻ കളറൊക്കെ ലീവ്സിൻ്റെ കളർ, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലെ ഒരു വ്യൂ, അല്ലെങ്കിൽ ഒരു ഗ്രീനറിയിലേക്ക് നോക്കുമ്പോൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടുന്ന കളറല്ലേ. അപ്പോൾ ഗ്രീനിൽ ലീഫിൻ്റെ ഡിസൈൻസുമാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ടോൺ, നമുക്കത് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ആ ഗ്രീൻ ടോൺ എടുത്ത് നോക്കാം. നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ്. ഇനി നമുക്കുള്ള ഓപ്ഷൻസ് ഇതാണ്, ഗ്രീൻ ആൻഡ് ഗ്രേ. ഗ്രേയിലും വൈറ്റ് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഗ്രീനിലും വൈറ്റ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. ഗ്രീനിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സ്കാലപ്പ് ഡീറ്റെയിലിംഗ്, എന്നിട്ട് ഈ ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്ത് വന്നേക്കുന്ന ഇതാണ്ടോ, ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്ത് വന്നേക്കുന്ന ആ ഡോട്ട്. ഫുള്ളെന്ന് പറഞ്ഞാൽ ആ ലോവർ പോർഷനിൽ, പ്ലീറ്റിൻ്റെ പോർഷനിൽ ലോവർ പോർഷനിലാണ് കേട്ടോ സ്കാറ്റർ ചെയ്ത് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് സ്ലീവ്സിൻ്റെ എഡ്ജസിൽ. ബ്ലൗസ് വരുന്ന സെയിം ബ്ലൗസ് മെറ്റീരിയലാണ്. സ്ലീവ്സിൻ്റെ എഡ്ജസിലും ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 2099 ആണ് കേട്ടോ. ഈ സാരീസിൻ്റെ പ്രൈസ് വരുന്നത് 2099. RP 307ൻ്റെ ഡിഫറെൻറ്റ് കോഡ്സാണിത്. ഇത് C കോഡിൽ വരുന്നതാണ്. ഇതും RP 307 കോഡിൽ തന്നെയാണ്. 3 കളർ ഓപ്ഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിലുണ്ട്. വേണ്ട, ഈ ഒരു കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഗ്രീനിൽ ഗ്രീൻ ലീവ്സും ഒരു ഗാർഡൻ ഒരു ഫിനിഷാണ്, ഒരു ഫോളിയേജ് ഫിനിഷാണ് വന്നേക്കുന്നത്. എന്നിട്ട് അതിൽ വൈറ്റ് കളർ ഡോട്ട്സ്, പോയിന്റ് എംബ്രോയിഡറി, ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ. എന്നാ ബ്ലൗസും കൂടെ സെയിം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഹക്കോബ ബ്ലൗസസ് പെയർ ചെയ്താലും നല്ല, വൈറ്റ് കളർ ഹക്കോബ ബ്ലൗസ് പെയർ ചെയ്താലും ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഭംഗിയുള്ള കളക്ഷനാണ്. ഇനി നമുക്ക് ഗ്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടുത്ത ഷെയ്ഡ് ഗ്രേ. ഗ്രേയിൽ വൈറ്റ് കോമ്പിനേഷൻ, ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഡിസൈൻ ഉണ്ടോ, പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഉണ്ടോ, പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. RP 307 ആണ് പ്രോഡക്റ്റ് കോഡ്. വേണ്ട, വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ. സെയിം റണ്ണിങ് ബ്ലൗസ് വിത്ത് സ്കാലപ്പ് ഓൺ സ്ലീവ്സ് ആണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സാരീസിൽ ഏതെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ വെബ്സൈറ്റിലുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.